പാലക്കാട് മലമ്പുഴയിലെ അധ്യാപകനെതിരെ കൂടുതൽ പീഡന പരാതികൾ. റിമാൻഡിലുള്ള അധ്യാപകൻ നിരവധി വിദ്യാർത്ഥികളെ പീഡനത്തിന് ഇരയാക്കിയെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. CWC കൈമാറിയ 5 വിദ്യാർത്ഥികളുടെ പരാതികളിൽ മലമ്പുഴ പോലീസ് കേസെടുത്തു. സ്കൂളിൽ വെച്ചും അധ്യാപകൻ താമസിക്കുന്ന സ്ഥലത്തെത്തിച്ചും പീഡിപ്പിച്ചുവെന്നാണ് കുട്ടികളുടെ മൊഴി. ഫോണിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളും ഉണ്ട്. ഗോകുൽ VS ടെലിഫോൺ ലൈനിൽ ചേർന്ന വിവരങ്ങളുമായി. ഗോകുൽ, ഈ അധ്യാപകനെതിരെ ഗുരുതര പരാതികളാണ് വരുന്നത്. അതേസമയം തന്നെയാണ് സ്കൂൾ അധികൃതർ ഇക്കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചു എന്നതും അതിലേക്ക് പിന്നീട് വരും, പോലീസ് അന്വേഷണത്തിന് ശേഷം വരുമെന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളടക്കം ഫോണിൽ സൂക്ഷിക്കുകയും താമസിക്കുന്ന സ്ഥലത്തെത്തി ഈ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ചു എന്നും പറയുന്നുണ്ടല്ലോ. കുട്ടികൾ മൊഴി രേഖപ്പെടുത്തി കൗൺസിലിംഗിലൊക്കെ നടത്തിയോ? കുട്ടികൾ മൊഴി രേഖപ്പെടുത്തി കൗൺസിലിംഗ് നടത്തുന്നതിനിടയിലാണ് ഇത്തരം വിവരങ്ങൾ, കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരു അധ്യാപകൻ എങ്ങനെ ചെയ്യാൻ പാടില്ലാതിരിക്കുന്നോ അതൊക്കെ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് നീങ്ങുന്നത്. 5 കുട്ടികൾ കൂടിയാണ് ഈ അധ്യാപകനെതിരെ പരാതി നൽകിയത്. അത് ചില കുട്ടികൾ പറയുന്നത് തങ്ങളെ സ്കൂളിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചെന്നും, ചില കുട്ടികളുടെ പരാതിയിൽ പറയുന്നത് താമസിക്കുന്ന സ്ഥലത്തെത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നുമാണ്. കുറച്ചു കുട്ടികളെ കൂടി ഇന്ന് ഇതിന്റെ ഭാഗമായി കൗൺസിലിംഗ് നടത്തുകയും മൊഴിയെടുക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ പരാതികൾ ഈ അധ്യാപകനെതിരെ വരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതീവ ഗൗരവമായ ഒരു വിഷയമാണ്. 5 കുട്ടികളാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. അത് മാത്രവുമല്ല, ചില കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ കൂടി മൊബൈലിൽ പകർത്തി എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ വ്യക്തമായി. ആ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇനി 5 FIR കൂടി രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിലൊക്കെ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റു നടപടികളുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. കൂടുതൽ കുട്ടികളെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി എല്ലാ കുട്ടികളെയും, ക്ലാസ്സിലെയും ആ സ്കൂളിലെയും എല്ലാ കുട്ടികളെയും കൗൺസിലിംഗ് നടത്തുകയും അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. അതനുസരിച്ചുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്.